നമസ്കാരം. പ്രസിഡന്റ് ട്രംപ് രക്ഷകനോ അതോ ശിക്ഷകനോ? രാഷ്ട്രീയ ശത്രുക്കൾ മാത്രമല്ല, അദ്ദേഹത്തെ അധികാരത്തിലേക്ക് ഉയർത്താൻ പിന്തുണച്ചവർ പോലും ഇപ്പോൾ പരസ്പരം ചോദിക്കുന്നത് ഇതാണ്. താരിഫുകൾ ഉയർത്തിയ ലോകക്രമം തന്നെ താറുമാറാക്കി. സ്വന്തം ഗവൺമെന്റ് അടച്ചുപൂട്ടി. സർക്കാർ ജീവനക്കാരെ വ്യാപകമായി പിരിച്ചുവിട്ടു. നഗരങ്ങളിൽ സൈന്യത്തെ ഇറക്കി കുടിയേറ്റക്കാരെ വേട്ടയാടി. വിസ നിയമങ്ങൾ കർക്കശമാക്കി കുടിയേറ്റം അസാധ്യമാക്കി. കോടതികളിൽ നിന്ന് നിരന്തരമായി തിരിച്ചടികൾ നേരിട്ടു. ഇന്ത്യയെയും കാനഡയെയും പോലുള്ള മിത്ര രാജ്യങ്ങളെ പോലും ശത്രുക്കളാക്കി. ഇങ്ങനെ നൂറ് പരാതികളാണ് പ്രസിഡന്റ് പദവിയിൽ ഒരു വർഷം പോലും തികയ്ക്കാത്ത ട്രംപിനെതിരെ എതിരാളികൾ ഉയർത്തുന്നത്. ശനിയാഴ്ച അക്ഷരാർത്ഥത്തിൽ യുഎസിലെ തെരുവുകൾ ട്രംപ് വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞ കാഴ്ചകളും കണ്ടു. ട്രംപിനെതിരെ പ്രതിഷേധവുമായി 2500-ലധികം റാലികളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. ഇടതുപക്ഷ ചായ്വുള്ള ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ നോക്കിംഗ് സംഘടിപ്പിച്ച പരിപാടിക്കായി ടൈംസ് സ്ക്വയറിൽ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു. ജൂണിൽ ഇതേ ബാനറിന് കീഴിലുള്ള പ്രകടനങ്ങൾ രാജ്യവ്യാപകമായി 5 ദശലക്ഷത്തിലധികം ആളുകളെ ആകർഷിച്ചിരുന്നു. പ്രതിഷേധിക്കുന്നവരെല്ലാം തീവ്ര ഇടതുപക്ഷ ആന്റിഫ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരാണ് എന്നാണ് ട്രംപ് അനുയായികളുടെ ആരോപണം. പ്രതിഷേധത്തെ അമേരിക്കയെ വെറുക്കുന്നവരുടെ റാലി എന്ന് വിശേഷിപ്പിച്ചവർ അപലപിക്കുകയും ചെയ്തു. റാലിക്കെതിരെ നിരവധി US സംസ്ഥാനങ്ങളിലെ റിപ്പബ്ലിക്കൻ ഗവർണർമാർ നാഷണൽ ഗാർഡ് സൈനികരെ പോലും സ്റ്റാൻഡ് ബൈയിൽ നിർത്തി. എന്നാൽ ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരായാണ് പ്രതിഷേധ റാലികൾ എന്നാണ് സംഘാടകർ പറയുന്നത്. തന്റെ ഭരണം സമ്പൂർണമാണെന്നാണ് പ്രസിഡന്റ് കരുതുന്നത്. എന്നാൽ അമേരിക്കയിൽ നമുക്ക് രാജാക്കന്മാരില്ല. കുഴപ്പങ്ങൾ, അഴിമതി, ക്രൂരത എന്നിവയ്ക്കെതിരെ ഞങ്ങൾ കണ്ണടച്ചു പിന്മാറുകയുമില്ല എന്നാണ് അവർ ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അമേരിക്കയ്ക്ക് പുറത്തും സമാനമായ ട്രംപ് വിരുദ്ധ റാലികൾ നടന്നു. യൂറോപ്പിലെ പ്രതിഷേധക്കാർ ബെർലിൻ, മാഡ്രിഡ്, റോം എന്നിവിടങ്ങളിലും തങ്ങളുടെ അമേരിക്കൻ പങ്കാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തെരുവിലിറങ്ങി. ഞാൻ രാജാവല്ല, എന്റേത് രാജഭരണവുമല്ല എന്ന് തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തി. ടെക്സസ് ഗവർണർ ഗ്രെഗ് ആർബർട്ട് സംസ്ഥാന തലസ്ഥാനമായ ഓസ്റ്റിനിൽ ഒരു പ്രതിഷേധത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ നാഷണൽ ഗാർഡിനെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ആന്റിഫയുമായി ബന്ധപ്പെട്ട ആസൂത്രിത പ്രകടനത്തെ നേരിടാനാണ് സൈനികരെ ഒരുക്കുന്നതെന്നായിരുന്നു ആബർട്ടിന്റെ പ്രതികരണം. പ്രകടനക്കാർക്കെതിരെ സൈന്യത്തെ ഇറക്കിയ ആബർട്ടിന്റെ നീക്കത്തെ അപലപിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഉന്നത ഡെമോക്രാറ്റായ ജീനു രംഗത്തെത്തി. സമാധാനപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സായുധ സൈനികരെ അയക്കുന്നത് രാജാക്കന്മാരും സ്വേച്ഛാധിപതികളും ചെയ്യുന്ന കാര്യമാണ്. താൻ അവരിൽ ഒരാളാണെന്ന് ഗ്രെഗ് ആബർട്ട് തെളിയിച്ചുവെന്ന് ജീൻവു കുറ്റപ്പെടുത്തി. അക്രമരഹിതമായി നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്തുന്നതിൽ അമേരിക്കക്കാർ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ട്രംപിന്റെ വിമർശകനായ നടൻ റോബർട്ട് ഡി നീറോ പങ്കുവച്ചിരുന്നു. നമുക്ക് 2.5 നൂറ്റാണ്ട് പഴക്കമുള്ള ജനാധിപത്യമുണ്ട്, പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതും ചിലപ്പോൾ കുഴപ്പമുള്ളതും. എന്നാൽ എല്ലായ്പ്പോഴും അത് അത്യാവശ്യവുമാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ജനാധിപത്യം എടുത്തുകളയാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവി രാജാവ് നമുക്കുണ്ട് എന്ന് കിങ് ഡൊണാൾഡ് ദി ഫസ്റ്റ് റോബർട്ട് ഡി നീറോ ഇങ്ങനെ പരിഹസിക്കുകയും ചെയ്തു. നോക്കിംഗ് സംഘാടകർ അവരുടെ വെബ്സൈറ്റിൽ ആഹ്വാനം ചെയ്യുന്നത് പ്രസിഡന്റ് തന്റെ ഭരണം സമ്പൂർണമാണ് എന്ന് കരുതുന്നു. എന്നാൽ അമേരിക്കയിൽ നമുക്ക് രാജാക്കന്മാരില്ല. കുഴപ്പങ്ങൾ, അഴിമതി, ക്രൂരത എന്നിവയ്ക്കെതിരെ നമ്മൾ പിന്മാറുകയുമില്ല എന്നാണ്. വാഷിംഗ്ടൺ, ബോസ്റ്റൺ, ഷിക്കാഗോ, അറ്റ്ലാന്റ, ന്യൂ ഓർലിയാൻസ് എന്നിവിടങ്ങളിലും 50 സംസ്ഥാനങ്ങളിലുടനീളമുള്ള ചെറിയ പട്ടണങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നു. US എംബസികൾക്ക് പുറത്ത് ജനങ്ങൾ തടിച്ചുകൂടി. ഫാസിസത്തെയും സ്വേച്ഛാധിപത്യത്തെയും അപലപിക്കുന്ന ബാനറുകൾ പിടിച്ച് ബെർലിൻ, റോം, പാരീസ്, സ്വീഡൻ എന്നിവിടങ്ങളിലെ US എംബസികൾക്ക് പുറത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം പ്രതിഷേധക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുൻനിര ഡെമോക്രാറ്റിക് സെനറ്റർ ചക് ഷൂമർ പ്രകടനക്കാരോട് ട്രംപ് ഭരണത്തിനെതിരെയുള്ള അവരുടെ മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കന്മാരും നിങ്ങളെ നിശബ്ദരാക്കാൻ, ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത്. അതാണ് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർ സത്യത്തെ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം എക്സിൽ പങ്കിട്ട കുറിപ്പിൽ പോലും ആവശ്യപ്പെട്ടു. അധികാരമേറ്റതിനു ശേഷം ട്രംപ് കുടിയേറ്റ നടപടികൾ ത്വരിതപ്പെടുത്തി. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെയും വൈവിധ്യ നയങ്ങളുടെയും പേരിൽ സർവകലാശാലകൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. നിരവധി സംസ്ഥാനങ്ങളിൽ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ അംഗീകാരം നൽകി. തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. കല്ലേ പിളർക്കുന്ന രാജശാസനകൾ, കൽപ്പനകൾ, എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ, കവലതോറും പെരുമ്പറ കൊട്ടി വായിക്കുന്ന കിങ്കരന്മാരായ സെക്രട്ടറിമാർ, രാജാവ് ചമഞ്ഞിരുന്ന ട്രംപിനെ ചക്രവർത്തിയാക്കാൻ തുനിഞ്ഞിറങ്ങിയവർ എല്ലാവരും ഇപ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
ഇത് ഒരു ട്രംപൻ യുഗത്തിന്റെ ഒടുക്കമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച